സാമൂഹ്യ ബോധമുള്ള മനോരോഗ ചികിത്സകരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും കൂട്ടുചേരൽ ഈ രംഗത്ത് മൂലസ്പർശിയായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഇദ്ദേഹം പ്രത്യാശിക്കുന്നു. ഏകദേശം 15 വർഷത്തോളം ഇംഗ്ലണ്ടിലെ ലീഡ്സ് എന്ന സ്ഥലത്ത് ആയിരുന്നു ജോലി ഉണ്ടായിരുന്നത്. തിരിച്ചു വരാനുള്ള സാഹചര്യം പല ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ വന്നാൽ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുമായി യോജിച്ച് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യം ക്രമേണ വന്നു. അതിനു മുൻപ് കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യകാലത്തൊന്നും തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. പലരും പറഞ്ഞു തുടങ്ങി. അങ്ങനെ 1-2 പേര് പറഞ്ഞത് എപ്പോഴും മനസ്സിൽ മുഴങ്ങി നിന്നിരുന്നു. ഒരു വോളണ്ടിയർ ആയിട്ടുള്ള ഒരു അഹമ്മദൂട്ടി മാഷ്, അങ്ങനെ പലരും പറഞ്ഞിരുന്നു തിരിച്ചു വരണം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലായപ്പോൾ എവിടെയോ ഒരു വ്യക്തത വന്നു. ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കും ഏറ്റവും സന്തോഷം കിട്ടുക എന്നുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനത്തിലാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും അധികം സംതൃപ്തി കിട്ടിയിട്ടുള്ളത്. കാരണം ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മെഡിക്കൽ ലോകത്തിൽ വലിയ പ്രശ്നം ഈ പൈസ കൈമാറലാണ്. നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ തികച്ചും സൗജന്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾക്കും രോഗിക്കും ഇടയിൽ പൈസയുടെ ട്രാൻസാക്ഷൻ ഇല്ല എന്ന് വരുമ്പോൾ തന്നെ ഒരു പഴയ കാലഘട്ടത്തെ മെഡിക്കൽ പ്രാക്ടീസിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന മാതിരിയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ മോട്ടീവ്സിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല, നമ്മളും അവരും ഒരുമിച്ച് പോകുന്നു. അത് വോളണ്ടിയർമാർ തികച്ചും അവരും ഇതേ കാരണം കൊണ്ട് തന്നെ ആണ് ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എല്ലാവരുടെയും കൂടിയിട്ടുള്ള എനർജി ആയിട്ട് അതിൽ ഭാഗമാകുമ്പോൾ വലിയൊരു സംതൃപ്തിയാണ് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ നമുക്ക് ശരിയായിട്ടുള്ളത് എന്താണോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. പക്ഷെ ആ തിരിച്ചറിവ് മാത്രം പോരാ, അതിനുള്ള സാധ്യത ഉണ്ടാവണം. അത് ഇവിടെ കേരളത്തിൽ ഇപ്പം സാധ്യമാണ് എന്നുള്ളത് ആണ്. ആ പോയിന്റിലാണ് തിരിച്ചു വരാൻ തീരുമാനിക്കുന്നത്. മനോരോഗ ചികിത്സ ഒരർത്ഥത്തിൽ കപ്പൽ ഛേദം വന്ന ഒരു ജീവിതത്തിന്റെ പുനർരൂപീകരണ പ്രക്രിയ തന്നെയാണ്. വ്യക്തിയുടെ ഭൗതികവും വൈകാരികവും ആത്മീയവുമായ പുനഃസ്ഥാപനം കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനേകം ഘട്ടങ്ങളും അധിമാനങ്ങളുമുള്ള ചികിത്സകനും കുടുംബവും സമൂഹവും നിർബന്ധിതമായും പങ്കാളികളാവേണ്ട ഒരു സുദീർഘ യാത്രയായി ഇത് മനസ്സിലാക്കപ്പെടേണ്ടതും ഉണ്ട്. രോഗി മാത്രമല്ല, രോഗി ഉൾക്കൊള്ളുന്ന കുടുംബ തൊഴിൽ സൗഹൃദ പരിസരങ്ങളെ കൂടി പുനരധിവാസ പ്രക്രിയയുടെ ഭാഗമാക്കുകയും സാന്ത്വനത്തിന്റെയും സ്വാസ്ഥ്യത്തിന്റെയും സാമൂഹ്യ മാനത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് എംഹാറ്റിന്റെ ശൃംഖലാ പ്രവർത്തനം. ആദ്യമായിട്ടൊരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവർക്കും മരുന്നുകൾ ആവശ്യമാണ്. കാരണം മാനസിക രോഗ ലക്ഷണങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ മരുന്നുള്ളിൽ ചെല്ലണം. ഒരിക്കലും മരുന്ന് കൊണ്ടുള്ള ചികിത്സ കൊണ്ട് മാത്രം രോഗങ്ങളും മാറുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുവിധം രോഗലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സൈക്കോളജിസ്റ്റുമാരും സോഷ്യൽ വർക്കർമാരും രോഗികളെയും കുടുംബാംഗങ്ങളെയും കണ്ടിട്ട് കൗൺസിലിംഗ് മുതലായിട്ടുള്ള പദ്ധതികൾ തുടങ്ങുകയാണ്. അത് കുറച്ചുകൂടെ പുരോഗമിച്ചു കഴിഞ്ഞാൽ പുനരധിവാസത്തിന് സമയമായി എന്ന് തോന്നിയാൽ ഓരോ ക്ലിനിക്കിലും പുനരധിവാസ സൗകര്യങ്ങളുണ്ട്. അതിൽ രോഗികളും കുടുംബങ്ങളും പങ്കെടുക്കുകയാണ്. അപ്പോൾ മരുന്ന് കൊണ്ടും മറ്റ് ചികിത്സ കൊണ്ടും ഒരു പരിധിവരെ രോഗശമനം ഉണ്ടാകുന്നു. പക്ഷേ ജീവിതം നോർമൽ ആവണമെങ്കിൽ പുനരധിവാസം വേണം. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന സമഗ്രമായിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു മാനസിക രോഗിക്കുണ്ടാകുന്ന അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പെട്ടെന്ന് തൊട്ടടുത്തുള്ള മാനസിക ആരോഗ്യ ആശുപത്രിയിൽ എത്തിക്കുകയും ആ മാനസിക രോഗത്തിന് വേണ്ടി ഡോക്ടർ നൽകുന്ന മരുന്ന് കഴിക്കുകയും അതിനുശേഷം
അസുഖം മാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തുടർ ചികിത്സ നടത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വിപരീതമായിക്കൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി സൈക്കാട്രി വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനസിക രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് കൊടുത്ത് വിടുക എന്നതിലുപരി തുടർച്ചയായ ഫോളോ അപ്പ് വളണ്ടിയർ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ MHAT വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ചികിത്സാ കേന്ദ്രങ്ങളിലും ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ റീഹാബിലിറ്റേഷൻ, അയാൾ ആദ്യം എന്തായിരുന്നോ അതിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുപോകുക. അയാൾ ചിലപ്പോൾ ആശാരിയായിരുന്ന ആളാണെങ്കിൽ ആശാരി തന്നെ ആയിട്ട് അയാളുടെ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ ഓരോ തരത്തിലുള്ള ജോലി അയാളിലേക്ക് തിരിച്ചു പോവുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൊഴിലും ചെയ്തിരുന്നില്ല, തൊഴിൽ പലപ്പോഴും അവർ യഥാർത്ഥം മറന്നു പോയിട്ടുണ്ടാവും, അവരാരാണെന്ന് തന്നെ മറന്നു പോയിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവരെ ഒരു ജോലി പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിലൊരു ദൗത്യമാണ് റീഹാബിലിറ്റേഷൻ. അത് ഈ സൈക്കോളജിസ്റ്റിൻ്റെ ഇടപെടലോടൊപ്പം തന്നെയാണ് ഈ റീഹാബിലിറ്റേഷൻ വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ അതിലൂടെ അവർ പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട്, സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, സോപ്പും പൊടി ഉണ്ടാക്കുന്നുണ്ട്, കുട നിർമ്മാണം, അങ്ങനെ ഒരുപാട് എന്തൊക്കെയാണ് അവർക്ക്. ഇപ്പോൾ ചില ക്ലിനിക്കുകൾ, ഇപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കുകളിലൊക്കെ ചെയ്യണമെന്നാണ് സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യാറുണ്ട്. ചില കമ്പനികൾക്ക് വേണ്ടിയിട്ട് ആയുർവേദ കമ്പനികൾക്ക് മരുന്ന് ചൂർണ്ണൊക്കെ പാക്കറ്റ് ചെയ്യൽ, അങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അതൊരു മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിനോട് തുടർച്ചയായിട്ടുള്ള ഘട്ടം. പിന്നെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അവരെ സപ്പോർട്ടഡ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. അവർക്കൊരു വർക്കിന് വേണ്ടിയിട്ട് അവരെ സാധാരണ രീതിയിൽ തിരിച്ചുകൊണ്ട് സപ്പോർട്ടഡ് എംപ്ലോയ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ സ്വന്തം നിലക്ക് നിൽക്കുന്ന രീതിയിലേക്ക് അവരെ സമൂഹത്തിലേക്ക് തന്നെ ഇത് ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ് ഇത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി സൈക്കാട്രിയിലെ ഏറ്റവും വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരു അലഞ്ഞ് നടക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ ഈ റോഡിൽ അലഞ്ഞ് നടക്കുന്ന ഒരാളെ നമ്മൾ ഏറ്റെടുത്തു, അയാളുടെ അസുഖം മാറി, വീണ്ടും നമ്മൾ ഈ കമ്മ്യൂണിറ്റിയെ തിരിച്ചേൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം. അതാണ്. എൻ്റെ ഭർത്താവിന് അസുഖം തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ചികിത്സ തുടങ്ങിയത്. അതിൻ്റെ ശേഷമാണ് പിന്നെ മാറ്റങ്ങളൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ ശേഷം അവിടെ ഇതേപോലെ ഒരു കമ്പനിയിൽ പണിയാക്കി എടുത്ത്, അങ്ങനെ ഇതവിടെ വരും. 2 ആഴ്ച കൂടുമ്പോൾ മരുന്നിന് ഇഞ്ചക്ഷനൊക്കെ വരും. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ നിർത്തി, ഇപ്പോൾ നല്ല കുറവുണ്ട് ആൾക്ക്. ഞങ്ങളുടെ പ്രൊഫഷൻ ഒരു ഭയങ്കര ഭാഗ്യമുള്ളൊരു പ്രൊഫഷനാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ രോഗിക്ക് കൊടുക്കുന്നതിനെക്കാട്ടും അധികമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മളൊരു കണ്ണിയാവുകയാണ്. അതൊരു ഭയങ്കര ഒരു പ്രിവിലേജാണ്, ഒരു ഭാഗ്യമാണ്. നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് അത് ചെയ്യുന്നത് അതങ്ങ് കറക്റ്റായിട്ട് ശരിയാകുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഓരോന്നും ഇപ്പോൾ ഈ 3 വർഷത്തെ എത്രയോ കഥകൾ പറയാനുണ്ട്. ഇവിടെ തന്നെ ചങ്ങലക്കിട്ട ഒരു രോഗി ഇപ്പോൾ 100% നോർമലായിട്ട് വിവാഹം കഴിഞ്ഞ് ദിവസം 600-700 രൂപ സമ്പാദിക്കുന്ന മീനിൻ്റെ പണിക്ക് പോകുന്ന ടോട്ടലി നോർമൽ. അങ്ങനെ എത്രയോ കഥകളുണ്ട്. അതൊരു ഈ കൂട്ടായ്മ ഞങ്ങളെല്ലാവർക്കും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി കിട്ടുന്നത്. അതൊരു ഭയങ്കര പ്രിവിലേജാണ്. മൂന്ന് ജില്ലകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഡോക്ടർ മനോജിന്റെ പ്രവർത്തന പരിധി കേരളത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കേണ്ടതുണ്ട്. തീർച്ചയായും കേരളം പോലെ ഒരു സമൂഹത്തിൽ അനിവാര്യവും സാധ്യവുമായ ഒരു ചികിത്സാ മാതൃകയാണ് ഡോക്ടർ മനോജ് അവതരിപ്പിക്കുന്നത്. പൊതുസമൂഹവും ഭരണകൂടവും ഈ പുതിയ കേരള മാതൃകയെ ശ്രദ്ധിക്കുമെന്ന് നാം പ്രത്യാശിക്കുക. പൂർണ്ണമായിട്ട് 100% പബ്ലിക് ആൾക്കാരുടെ ഡൊണേഷൻസാണ്. കുറേ സുഹൃത്തുക്കളും കുടുംബക്കാരും തന്നെയാണ് സഹായിക്കുന്നത്. പക്ഷേ അത് എല്ലാ കാലത്തേക്കും അവരെ കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ അറിഞ്ഞും ആയിട്ട് സഹകരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ തന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാസാവസാനം ആകുമ്പോഴേക്കും അടുത്ത മാസത്തെ ചിലവിനുള്ള സംഭാവനകൾ എങ്ങനെയെങ്കിലുമൊക്കെ വരുന്നുണ്ട്. മരുന്നുകളുടെ എക്സ്പെൻസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളാണ് വഹിക്കുന്നത്. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു പകുതി ചെലവ് ഈ 29 യൂണിറ്റുകൾ പകുതി ചെലവ് വഹിക്കും. 23 കമ്മ്യൂണിറ്റി ക്ലിനിക്കുകളാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 6, മലപ്പുറത്ത് 12, 5
വയനാട് ജില്ല. അങ്ങനെ 3 ജില്ലയിലായിട്ട് 23 ക്ലിനിക്കുകൾ. അതുമാതിരി 6 സ്ഥാപനങ്ങളുണ്ട്. ഈ അലഞ്ഞു തിരിയുന്നവരെ ഒക്കെ പാർപ്പിടം കൊടുക്കുന്ന കേരളത്തിൽ 200-ലധികം സ്ഥാപനങ്ങളുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിൽ 6 എണ്ണത്തിൽ പോയി നമ്മൾ അങ്ങോട്ട് പോയി ചികിത്സ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി 29. അപ്പോൾ മരുന്നിൻ്റെ ചിലവ് അതത് ക്ലിനിക്കുകളാണ് വഹിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.